അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമ്മളുടെ 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകത്തിൻ്റെ പഠിക്കാൻ എളുപ്പമാകുന്ന വിധത്തിൽ പറഞ്ഞു തരികയാണ്. അല്ലാഹു തആല നമ്മൾ തുടങ്ങുന്ന മുഴുവൻ സംരംഭങ്ങളും ഇഖ്ലാസുള്ളതും പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന നല്ല അറിവുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ തഫ്ഹീമുൽ ഖിറാഅ എന്ന കിതാബിൻ്റെ അസ്സഫുൽ അവ്വൽ അൽ ജുസ്ഉൽ അവ്വൽ 1-ാമത്തെ ഭാഗം, ഇതിൻ്റെ ഉള്ളടക്കം നോക്കുന്ന സമയത്ത് പേജ് നമ്പർ 6-ൽ ഹംദ്, സ്വലാത്ത്, സലാം എന്നിവകളെല്ലാം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മളുടെ മക്കളെ തുടങ്ങേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നർസും നമുക്ക് വരക്കാം. വിദ്യാർത്ഥികൾ ഈ കാണുന്ന ചിത്രങ്ങളിൽ നല്ല വൃത്തിയായി പെൻസിൽ കൊണ്ട് മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് വരക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ വരക്കണം. മുകൾ ഭാഗത്തിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് വരക്കുന്ന രീതി, അങ്ങനെ മുഴുവൻ ലൈനുകൾ. 2-ാമത്തെ ലൈനിലും മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്കായി വരക്കണം. അതേപോലെ തന്നെ ഈ പേജിൽ 5 ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ എല്ലിൻ്റെ രൂപം, അതേപോലെ തന്നെ ഇത് നല്ല വൃത്താകൃതിയിലുള്ളതായ രൂപങ്ങളും കൊടുത്തിട്ടുണ്ട്. മറ്റേ പേജിൽ സ്ക്വയർ രൂപമായിട്ടാണ് കൊടുത്തത്. അപ്പം അതും അതേപോലെ തന്നെ വൃത്തിയിലായിട്ട് വരക്കുക. മറ്റുള്ളതായ ഫ്ലവറുകളും ഇതെല്ലാം വൃത്തിയിലാക്കി, പിന്നെ നിലാവിൻ്റെ ഈ ഒരു ചിത്രവും ഇലയുടെ രൂപങ്ങളും വൃത്തിയിലായിട്ട് വരക്കുക. അൽ വഹ്ദത്തുൽ ഊല പാഠം 1 അബ്. ആദ്യമായിട്ട് നമ്മൾക്ക് ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ അക്ഷരങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലിഫ്, ഹംസ, ഫതഹ, ബാ. അബ്. അബ് എന്ന് പറഞ്ഞാൽ ആരാണ്? വാപ്പ. നമ്മളുടെ വാപ്പാക്ക് പറയുന്നതായ അറബിയിൽ പറയുന്നൊരു പേരാണ് അബ് എന്നുള്ളത്. ആ ബ്. ഇവിടെ നോക്കൂ, ആ ബുൻ, അബുൻ. ആ സ ദുൻ, അസദുൻ. ആ ജി റുൻ, അജ്റുൻ. ആ ആ ആ ആ. അലിഫിൻ്റെ മുകളിൽ ഹംസ കൊടുത്ത് ഫതഹ് കൊടുത്താൽ ആ. വെറും ഹംസയുടെ മുകളിൽ ഫതഹ് കൊടുത്താലും ആ തന്നെയാണ് വായിക്കാറുള്ളത്. ഇവിടെ അലിഫ്, ഇവിടെ ഹംസ. അലിഫിൻ്റെ ഇവിടെ മുകളിൽ എന്ത് ചെയ്യണം? മുകൾ ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് എങ്ങനെ വരച്ച് ശീലിക്കണം. നമ്മളുടെ അലിഫ് എഴുതുന്ന രൂപമാണ് മുകളിൽ നിന്ന് താഴോട്ട് വരക്കുക എന്നുള്ളത്. ഹംസയും അതേപോലെ തന്നെ മുകൾ ഭാഗത്തിൽ നിന്ന് ഇതിലെ അതിൻ്റെ രൂപം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതി പിന്നീട് താഴോട്ടേക്ക് എഴുതണം. ഇങ്ങനെ പല തവണകളിലായിട്ട് ഈ ഒരു ചിത്രത്തിൽ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് പേജ് നോക്കൂ. നഖറവ്, നമ്മൾക്ക് വായിക്കാം. ആ ബുൻ, അബുൻ. ആ സ ദുൻ, അസദുൻ. ആ ജി റുൻ, അജ്റുൻ. അങ്ങനെ ആവർത്തിച്ചിട്ട് നമ്മൾ വായിക്കണം. നലഉ ദാഇറത്തൻ അല ആ. ഇവിടെ ആ എന്ന് പറയുന്നതായ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് ആയുടെ. ആ എന്നതിൻ്റെ മേൽ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തം വരക്കണം.
ഒരു അടയാളപ്പെടുത്തണം. ഇവിടെ ആ, ഇവിടെ എന്തുണ്ട്? ആ. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ആ നമ്മൾക്ക് കാണാവുന്നതാണ്. ഇവിടെയുള്ളതായ ആയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഏതാണ് ആ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ നൗദ്ദു ആ എന്നത് എത്ര എണ്ണമുണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം. 1 ബലൂന്, 2 ബലൂന്, 3 ബലൂനുകളുണ്ട്. ഇതിൽ ആ എന്നുള്ളത് എത്ര ബലൂനുകളിലുണ്ട്? റെഡ് കളറിൻ്റെ ബലൂൺ, അതേപോലെ തന്നെ ഗ്രീൻ കളറിലും ആ എന്നുള്ളതുണ്ട്. ഇവിടെയുള്ളതായ അക്ഷരം എന്താണ്? ഊ എന്നുള്ളതാണ്. അലിഫിൻ്റെ മുകളിൽ ഹംസ കൊടുത്തു, ലമ്മ കൊടുത്തു, അപ്പോൾ ഊ എന്നായി. ഇവിടെ 2 സ്ഥലങ്ങളിലും ആ. അപ്പം മൊത്തമായിട്ട് എത്ര ആകളുണ്ട് ഇവിടെ? 2 ആകളുണ്ട്. നമ്മളിവിടെ 2 എന്ന് എഴുതി കൊടുത്തു. നുലവ്വിനു, ഇതിനൊക്കെ കളർ കൊടുക്കണം. ക്രാൻസിൽ നമ്മളെന്താക്കണം? മുകൾ ഭാഗത്തു നിന്ന് താഴോട്ടേക്കായി ഇവിടെയുള്ള 4 അലിഫുകളിലും കളറുകൾ കൊടുക്കേണ്ടതാണ്. നർസും ഇവിടെയുള്ളതായ ഓരോ ഡോട്ടുകൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ടായിട്ട് എഴുതിക്കൊണ്ട് ശീലിക്കണം. അങ്ങനെ വൃത്തിയായ രീതിയിൽ ഈ മുഴുവൻ അക്ഷരങ്ങളിലും അലിഫ്, അതേപോലെ തന്നെ ഹംസയിലും നമ്മളുടെ പെൻസിൽ കൊണ്ട് നമ്മൾ വൃത്തിയായി എഴുതേണ്ടതാണ്. ഈ പാഠത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് നക്തുബ് എന്നുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളതായ ഓരോ ലൈനുകളിലും മുകളിൽ കാണിച്ചുള്ള അലിഫ്, അതേപോലെ തന്നെ ഹംസ, അതുപോലെ തന്നെ ആ, ഈ 3 അക്ഷരങ്ങളും ഇവിടെ നമ്പർ ശ്രദ്ധിക്കണം. 1, 2, 3, 4, 5. താഴെ ഭാഗത്തു നിന്നാണ് എഴുതിക്കൊണ്ട് പോകുന്നത്. അലിഫ്, ഹംസ, ആ. അതായതിനു ശേഷം രണ്ടാമത്തെ നമ്പറിൽ എഴുതണം. അലിഫ്, ഹംസ, ആ. അങ്ങനെ 5 ലൈനുകളിലായി മുഴുവനായിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതേണ്ടതാണ്. അവസാനമായി പറയുന്ന നക്തഷിഫു ആ മിനൽ ഖുർആൻ, ഖുർആനിലുള്ളതായ ചില പ്രധാനപ്പെട്ട പദങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ പഠിച്ചതായ ആ എന്നുള്ള അക്ഷരം ഇതിലുണ്ട്. അത് ഏതാണ് എന്ന് നമ്മൾ എന്താക്കണം? ഇവിടെ അടയാളപ്പെടുത്തണം. അതേപോലെ തന്നെ ഇതിലേക്കൊരു ചൗക്കാകൃതിയിൽ അല്ലെങ്കിൽ വൃത്തത്തിൽ അടയാളപ്പെടുത്താവുന്നതാണ്. എല്ലാ വിഷയങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സുകളിൽ ചോദിക്കണമെന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.